2020 NDAയിൽ ലയിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് നിർണായകമായ പ്രഖ്യാപനമുണ്ടായത്. ആർ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ഈ തുടക്കം മുതൽ ഇവരൊരു ബിസിനസ് മോഡൽ കൊണ്ടുവരുന്നു, അതിനോട് ചേർന്ന് വികസനം, ഒരു പ്രദേശം മുഴുവൻ അത്തരത്തിലുള്ള വികസനം നടപ്പാക്കുന്നു. അന്നൊക്കെ പറഞ്ഞിരുന്നത് രാഷ്ട്രീയക്കാരുടെ ഈ ചില രീതികൾ അത് തീരെ ശരിയല്ല, ജനങ്ങളുടെ നന്മ, വികസനം അതുമാത്രമാണ് ലക്ഷ്യം. ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും ഒരു മുന്നണിക്കൊപ്പം നിൽക്കുന്നു. അപ്പോൾ അത് ഏത് രീതിയിലുള്ളൊരു ലക്ഷ്യം ആണ്? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം പറയുകയുണ്ടായി, ഇവിടെ ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന ഒരാളിനെ കേരളത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതിലൂടെ വലിയ മോശമായ പ്രവൃത്തിയാണ് ഉണ്ടായത്. അപ്പോൾ ആ രീതിയിലാണ് മുന്നണികൾ അവരോട് സഹകരിച്ചിട്ടുള്ളത്. പക്ഷേ NDAയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷകരമായൊരു ദിനം കൂടിയാണ്, വളരെ സുപ്രധാനമായൊരു നീക്കമാണ് നടത്തുന്നത്. ഈ രീതിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണം അവിടെ നിന്ന് വരുന്നു. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വിശകലനം എന്നുള്ള രീതിയിൽ നമുക്കിതിനെ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഈ സമയത്ത് സ്മിത, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ കേരളത്തിലെ NDA വിപുലീകരണത്തിന്റെ കാര്യത്തിൽ BJP കൈവരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി 2020യുടെ കടന്നുവരവിനെ ഉയർത്തിക്കാട്ടാൻ കഴിയും. എന്നാൽ അഖില കേരള അടിസ്ഥാനത്തിൽ സ്വാധീനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാന്നിധ്യമോ ഉള്ള പാർട്ടിയല്ല 2020. എറണാകുളത്തെ കിഴക്കമ്പലം പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെയായി ഉള്ള സ്വാധീന മേഖലയിലാണ് 2020ക്ക് അവർക്കവിടെ ഒരു വേരുകളുള്ളത്. എന്നാൽ 2020 എന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന അപ്പുറത്ത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ കക്ഷി കൂടിയാണ്. അപ്പോൾ അത്തരമൊരു കക്ഷിയെ കൂടെ കൊണ്ടുവരുമ്പോൾ അതിനൊരു ഫീൽ ഗുഡ് ഫാക്ടർ ലഭിക്കുമെന്നുള്ളതാണ് ഈ BJP കാണുന്ന ഒരു നേട്ടമെന്നാണ് നമുക്ക് അവരുടെ നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം BJP കൂടി അമിതമായി പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ NDA വിപുലീകരിക്കുകയാണ്, NDA വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിൽ ജനസ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്, ജനകീയ അടിത്തറ ഉപലപ്പെടുത്തുകയാണ് എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ സാബു ജേക്കബിൻ്റെ വരവിലൂടെ കഴിയുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം വരുന്നത്. എന്നാൽ എങ്ങനെയാണ് 2020 എന്ന പാർട്ടി കിഴക്കമ്പലത്ത് പൊട്ടിമുളച്ചത് എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ സർക്കാരുകളും തദ്ദേശ സ്ഥാപനങ്ങളുമൊക്കെ കിറ്റക്സിൻ്റെ യൂണിറ്റുകളിൽ മറ്റും മലിനീകരണം അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തിയ ഘട്ടത്തിലാണ് 2020 അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഉദയം ചെയ്യുകയും അവിടെ ഒരു വികേന്ദ്രീകൃത അധികാരത്തിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്ഷേമ സങ്കല്പം രൂപപ്പെടുത്തുകയും അത്തരമൊരു കാര്യം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത്. അത് ആദ്യത്തെ തവണ വലിയ തോതിൽ വിജയം കണ്ടു. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിലെല്ലാം അത് അവിടെ 2020 എതിർക്കുന്ന നിലപാടിലേക്ക് മറ്റ് പാർട്ടികളെല്ലാം വരികയും ചെയ്തു. അങ്ങനെ 2020 നേരത്തെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്കെതിരായാണ് വന്നതെങ്കിൽ അവരിപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടാരത്തിൽ അഭയം തേടുന്നു എന്ന ഒരു കാര്യം കൂടി ഈ സഖ്യ നീക്കത്തിലുണ്ട് എന്ന കാര്യം നമുക്ക് കാണാതെ വയ്യ. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ ഒരു നല്ല ക്യാച്ചാണിത്. എന്നാൽ ആ ക്യാച്ചിന് ഒരു ഫീൽ ഗുഡ് ഫാക്ടറിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള മാറ്റിമറിക്കൽ നടത്താൻ കഴിയുമെന്ന കാര്യം വളരെ കുറവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.